ശബരിമല വിശേഷങ്ങളിലേക്ക് എത്തുമ്പോൾ ശബരിമലയിൽ ഇന്നും നല്ല രീതിയിൽ തിരക്കുണ്ട്. പക്ഷേ സുഖദർശനം ഭക്തർക്ക് സാധ്യമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും തിരക്ക് കൂടും, കാരണം അവധി ദിവസങ്ങളൊക്കെ വരാൻ പോവുകയല്ലേ. ഞാൻ ആലോചിക്കായിരുന്നു കുറച്ച് ദിവസം മുമ്പേ, ശബരിമല മണ്ഡലകാലമാണ്. എല്ലാ ദിവസവും ഇതൊന്നും ശ്രദ്ധിക്കാതെ അയ്യപ്പ ഭക്തർ അവിടെ വന്ന് തൊഴുത് മടങ്ങും. അതിനുവേണ്ടി ഒരു വ്രതമെടുത്ത്, ഒരു കഠിന വ്രതമൊക്കെ എടുത്ത് പോകുന്ന ആ ഒരു നാടിൻ്റെ ശീലത്തിൽപ്പെട്ടതാണ്. ആ നിലയിൽ അത് പോകുമ്പോൾ 2-3 ദിവസം എന്തൊരു വാർത്താ പ്രാധാന്യമായിരുന്നു. ഇപ്പൊ ആർക്കും ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്നുള്ളത്. ശബരിമലയിലേക്ക് സനോജ് ഉണ്ട് നമ്മുടെ. സനോജ്, എന്താണ് ഇന്ന് തിരക്കുണ്ടോ? എന്താണ് ഇന്നത്തെ സാഹചര്യം? തിരക്കുണ്ടോ? മനു, തിരക്കിന് കാര്യമായ കുറവില്ല. ഇന്നലെയും 84,000-ൽ പരം തീർത്ഥാടകർ സന്നിധാനത്തെത്തി എന്നുള്ളതാണ് കണക്ക്. പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴ രാത്രിയിലും വൈകുന്നേരങ്ങളിലും തുടർന്നു. പുലർച്ചെയും മഴയായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. ആകാശം മേഘാവൃതമാണ്. മഴയിൽ കുളിച്ചാണ് സന്നിധാനത്തേക്ക് തീർത്ഥാടകർ മല ചവിട്ടി എത്തിയത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഇന്നലെ രാത്രിയിലെയും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും തീർത്ഥാടകരുടെ തിരക്കിൽ കാര്യമായ കുറവ് അനുഭവപ്പെടുന്നില്ല. വലിയ തോതിലുള്ള തീർത്ഥാടക തിരക്ക് ഇപ്പോഴും സന്നിധാനത്തുണ്ട്. ഇപ്പോൾ ക്യൂ കോംപ്ലക്സിൽ, അത് ഫ്ലൈ ഓവറിലെ ക്യൂ കോംപ്ലക്സിൽ ദർശനത്തിനായി കാത്തുനിൽക്കുന്ന തീർത്ഥാടകരുടെ നിരയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. മഴയെ അതിജീവിച്ചുകൊണ്ടും തീർത്ഥാടകർ തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കായി സന്നിധാനത്തേക്ക് കടന്നു വരുന്നതിൻ്റെ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് തീർത്ഥാടകരോട് തന്നെ ചോദിക്കാം. മഴയുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. മല ചവിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായോ? പമ്പ കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനത്തെ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മല കയറിയപ്പോൾ മഴ ഉണ്ടായിരുന്നു? മല കയറിയപ്പോൾ മഴ ഉണ്ടായിരുന്നു. ക്യൂ നിൽക്കേണ്ടി വന്നോ? കുറച്ച് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, കുഴപ്പമില്ലായിരുന്നു. കുറച്ച് മഴ നനഞ്ഞു, കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ക്യൂവിലൊക്കെ കുറച്ച് നേരം നിന്നു. ഒന്നൊന്നര അയ്യപ്പൻ്റെ അടുത്തെത്തിയപ്പോൾ ഞങ്ങള് നേരിട്ട് ഇങ്ങോട്ട് പോന്നു. ഇവിടെ എത്തിയപ്പോൾ സന്തോഷമായി. മാളിപ്പുറത്ത് തന്നെ വരാണ്ട് എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? അടിപൊളിയായിരുന്നു. മഴയുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. സ്വാമി, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അടിപൊളിയായിരുന്നു. ബുദ്ധിമുട്ട് എന്തെങ്കിലും നേരിടേണ്ടി വന്നോ? മഴ ചെറുതായിട്ടുണ്ടായി, അല്ലാണ്ട് വല്ല പ്രശ്നമായി. സ്വാമി, എന്താ നന്നായിരുന്നു. വെള്ളമൊക്കെ കിട്ടി വന്നോ? കിട്ടി, എല്ലാം കിട്ടി. ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല? ഇല്ല. തീർത്ഥാടകർക്കെല്ലാം വളരെ ഹാപ്പിയാണ്. വളരെ സന്തോഷകരമായ യാത്രയായിരുന്നു. മഴ അവർക്ക് വഴിമധ്യേ അല്പം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുവെങ്കിലും കാര്യമായ പ്രശ്നങ്ങളില്ലായിരുന്നു. വന്ന വഴിക്കൊക്കെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ചുക്കുവെള്ളവും മറ്റ് തീർത്ഥവുമൊക്കെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര വളരെ സുഖകരമായിരുന്നുവെന്നാണ്. മഴ മാത്രമായിരുന്നു അല്പം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത്. 1-2 മണിക്കൂർ മാത്രമാണ് ക്യൂ നിൽക്കേണ്ടി വന്നത്. അങ്ങനെ ശബരിമലയിലെ കാര്യങ്ങൾ സുഖകരമായ രീതിയിൽ കടന്നു പോവുകയാണ്. ദർശന സായുജ്യമടഞ്ഞ് 10,000-ങ്ങളാണ് ഓരോ ദിവസവും മലയിറങ്ങുന്നത്. മനു. ശരി സനോജ്, എന്തായാലും സന്തോഷം. 84,000 ഭക്തരാണ് ഇന്നലെ അയ്യപ്പനെ കാണാനായി സന്നിധാനത്തെത്തിയത് ചേർത്തേട്ട. പക്ഷേ 2-3 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വന്നുള്ളൂ. വളരെ സുഖകരമായി എല്ലാവരും അയ്യപ്പനെ കണ്ടുപോയി. മഴയുണ്ടായിരുന്നു, അത് മാത്രം ചെറിയ പ്രശ്നമുണ്ടായിരുന്നു.